السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله بعد. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് റജാ എന്നത് ഖൗഫിനോടൊപ്പം സമ്മേളിക്കേണ്ടുന്ന ഒരടിമയെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചലിപ്പിക്കുന്ന, അടുപ്പിക്കുന്ന ഹൃദയത്തിൻ്റെ അമലുകളിൽപ്പെട്ട ആന്തരികമായി നമ്മൾ ചെയ്യേണ്ടുന്ന ഇബാദത്തുകളിലെ പ്രധാനപ്പെട്ട ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയക്കുന്നതോടൊപ്പം അവനുള്ള പ്രതീക്ഷയും അള്ളാഹുവിനോടുള്ള അങ്ങേറ്റത്തെ സ്നേഹത്തോടുകൂടി ഒരടിമയുടെ, ഒരു മുസ്ലിമിൻ്റെ, മുഅ്മിനിൻ്റെ ഹൃദയത്തിൽ സമ്മേളിക്കണം. ഇനി അള്ളാഹുവിനോടുള്ള പ്രതീക്ഷ അതിലേക്ക് നമ്മെ നയിക്കുന്ന, അതിനെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പണ്ഡിതന്മാർ പറയുന്നു, ഒന്നാമതായി അവ്വലൻ അൽ ഈമാനു ബി അസ്മാഇല്ലാഹി വ സിഫാത്തിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാ വ സിഫാത്തിലുള്ള ഈമാൻ, അല്ലാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിലുള്ള ഈമാൻ, ഇതൊരാൾ ശരിക്കും കൈക്കൊണ്ടാൽ അവനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള പ്രതീക്ഷ വർദ്ധിക്കും. അതാണ് നമ്മൾ വിശദീകരിച്ചത്. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉൽ ഹുസ്നയും അവൻ്റെ സിഫാത്തുൽ ഉലയും പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യുന്നത്, അവന് റജാ എന്ന ഈ ഇബാദത്ത് അവനിൽ വളരെ ആഴത്തിൽ പതിയും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാ വ സിഫാത്തുകൾ അതിലധികവും നമ്മെ അല്ലാഹുവിലുള്ള റജായിലേക്ക് നയിക്കുന്നതാണ്. അല്ലാഹു ഹുവർ റഹ്മാനുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം കരുണ ചെയ്യുന്നവനാണ്. അവൻ കാരുണ്യത്തിൻ്റെ കേദാരമാണ്, ഉറവിടമാണ്. അവൻ അവൻ്റെ സൃഷ്ടികൾക്ക്, അടിമകൾക്ക് കാരുണ്യം വാരിക്കോരി നൽകുന്നവനാണ്. ഗഫൂർ ഗഫാർ. അവൻ തിന്മകൾ ചെയ്യുന്നവർക്ക് അത് വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, പുറത്തു കൊടുക്കുന്നവനാണ്. ഭൂമി മുഴുവൻ തിന്മയുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടിയാലും അവൻ തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഭൂമി നിറയെ പാപമോചനവുമായി അവനെ കണ്ടുമുട്ടുന്നതാണ്. അവൻ അൽ വദൂദാണ്, അൽ മുഹ്സിനാണ്, അങ്ങേയറ്റം സ്നേഹമുള്ളവനാണ്. സുഹൃതം ചെയ്യുന്നവർക്ക് തിരിച്ചു സുഹൃതം നൽകുന്നവനാണ്. ഹുവൽ കരീമുൽ ജവാദ്. അവൻ ഉദാരനാണ്, അവൻ അങ്ങേയറ്റം കൈയഴിച്ചു നൽകുന്നവനാണ്. ദുർ റഹ്മത്തിൽ വാസിഅ അല്ലദീ ഹുവ അർഹമു ബിൽ അബ്ദി മിൻ വാലിദതിഹി ബി. സ്വന്തം മാതാപിതാക്കൾക്ക് തൻ്റെ മാറോട് ചേർത്ത് പാലൂട്ടുന്ന തൻ്റെ കുഞ്ഞിനെ മുലയൂട്ടുന്ന ഉമ്മാക്ക്, മാതാവിന് സ്വന്തം കുഞ്ഞിനോടുള്ള കാരുണ്യത്തെക്കാൾ കാരുണ്യവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവനവൻ്റെ കാരുണ്യം അതിൻ്റെ 199 അംശവും മുഅ്മിനീങ്ങൾക്ക് ആഖിറത്തിൽ, നാളെ സ്വർഗത്തിൽ നൽകാൻ വേണ്ടി അവൻ സ്വരുക്കൂട്ടിയിരിക്കുന്നു. അവൻ്റെ കാരുണ്യത്തിൻ്റെ 100-ലൊരു അംശം മാത്രമാണ് അവൻ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാ വ സിഫാത്തുകൾ അത് പഠിക്കുകയും അതിൻ്റെ ആശയം ഉൾക്കൊള്ളുകയും അത് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനിൽ അള്ളാഹുവിലുള്ള പ്രതീക്ഷ വർദ്ധിക്കും. وكلما كان الإنسان أكثر معرفة بالله وبأسمائه وصفاته كان أعظم رجاء في الله. എത്രത്തോളം അള്ളാഹുവിൻ്റെ അസ്മാ വ സിഫാത്തുകളെ ഒരാൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുവോ അത്രത്തോളം അള്ളാഹുള്ള പ്രതീക്ഷ അവന് വർദ്ധിക്കുന്നതായി കാണാൻ സാധിക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം. അള്ളാഹുവിൻ്റെ അസ്മാ വ സിഫാത്തുകളിലൂടെ അള്ളാഹുള്ള പ്രതീക്ഷ അവന് കണ്ടെത്താൻ സാധിക്കും. രണ്ടാമതായി, ഒരടിമയെ അള്ളാഹുവിലുള്ള റജായിലേക്ക് നയിക്കുന്ന രണ്ടാമത്തെ ഘടകം അത്തസ്ദീഖു ബിനുസൂസിൽ വഅദി. فإن الله عز وجل وعد عباده فضلا عظيما وبشرهم بخير كثير. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞിട്ടുള്ള അവൻ്റെ വാഗ്ദാനങ്ങളുടെ ആയത്തുകൾ, അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് ഒരുക്കി വെക്കുന്ന പ്രതിഫലം, അവർക്ക് ആഖിറത്തിൽ ലഭിക്കുന്ന, സ്വർഗത്തിൽ ലഭിക്കുന്ന നേട്ടങ്ങൾ, ഇങ്ങനെ അള്ളാഹു അവരെ സന്തോഷവാർത്ത അറിയിച്ചിട്ടുള്ള അവൻ്റെ വാഗ്ദാനങ്ങൾ, അവൻ്റെ പ്രതിഫലങ്ങൾ,
ഇത് പരാമർശിക്കപ്പെട്ട ആയത്തുകൾ അവൻ മനസ്സിലാക്കുകയും അതിനെ സത്യപ്പെടുത്തുകയും ചെയ്താൽ അവനിൽ പ്രതീക്ഷ വർദ്ധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞതുപോലെ വബശ്ശിരിൽ മുഅ്മിനീന ബിഅന്ന ലഹും മിനല്ലാഹി ഫദ്ലൻ കബീറ. മുഅ്മിനീങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക നബിയെ, അവർക്ക് അല്ലാഹുവിൽ നിന്നുള്ള വലിയതായ ഔദാര്യം, പ്രതിഫലങ്ങൾ ഉണ്ട് എന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിക്കവേ പറഞ്ഞു, എന്താണ് മുഅ്മിനീങ്ങൾക്ക് അറിയിക്കേണ്ടുന്ന സന്തോഷവാർത്ത? ഫദ്ലുൻ കബീർ, ആ വലിയതായ അള്ളാഹുവിന്റെ ഔദാര്യം എന്ന് പറഞ്ഞാൽ അൽ അദീമുൽ ജലീൽ, അത് മഹത്തരമാണ്, അത് അപാരമാണ്. അല്ലദീ ലാ യുഖാദിറു ഖദ്റഹു, അതിന്റെ തോതും അളവും കണക്കും ഒരാൾക്കും നിശ്ചയിക്കാൻ സാധിക്കുകയില്ല. മിനൻ നസ്രി ഫിദ് ദുനിയ, അള്ളാഹു അവർക്ക് ഇഹലോകത്ത് നൽകുന്ന വിജയമാകാം. വഹിദായത്തുൽ ഖുലൂബ്, അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് നൽകുന്ന സന്മാർഗമാകാം, ഹിദായത്താകാം. വഗുഫ്രാനുദ് ദുനൂബ്, അതുപോലെ തന്നെ അവരുടെ പാപങ്ങൾക്ക് അള്ളാഹു പുറത്തു നൽകലാകാം. വകശ്ഫിൽ ഖുറൂബ്, അവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു ദൂരീകരിക്കുന്നതാകാം. വകസ്റത്തുൽ അർസാഖി ദാറ, അവർക്ക് അള്ളാഹു കണക്കില്ലാതെ നൽകുന്ന ഉപജീവന ഉപാധികളുടെ ആധിക്യമാകാം. വഹുസൂലി നിഅമി സാറ, അവരെ സന്തോഷിപ്പിക്കുന്ന അനുഗ്രഹദായകമായ നന്മകൾ ലഭിക്കുന്നതാകാം. വൽ ഫൗസു ബിറിളാ റബ്ബിഹിം വസവാബിഹി, അതിലുപരി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയും അല്ലാഹുവിനുള്ള പ്രതിഫലവും കണക്കില്ലാതെ ലഭിക്കുന്ന സ്വർഗ്ഗത്തിലെ മഹത്തായ വിജയമാകാം. വന്നജാതു മിൻ സഖതിഹി വ ഇഖാബി, അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്നും അവന്റെ അതൃപ്തിയിൽ നിന്നും അവന്റെ കോപത്തിൽ നിന്നും നരകത്തിൽ നിന്നും രക്ഷപ്പെടുന്ന മഹാരക്ഷയാകാം. ഇതൊക്കെ അവർക്ക് ലഭിക്കുന്ന ഫദ്ലുൻ കബീർ, മഹത്തായ അള്ളാഹുവിന്റെ ഔദാര്യമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു. മുഅ്മിനീങ്ങൾക്ക് ഇത് സന്തോഷവാർത്ത അറിയിക്കാൻ അള്ളാഹു ഖുർആനിലൂടെ സൂറത്തുൽ അഹ്സാബിലെ 47-ാമത്തെ ആയത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഘോഷിക്കുന്നു. ഇത് വായിക്കുന്ന ഒരു മുഅ്മിൻ അവന്റെ പ്രതീക്ഷ വർദ്ധിക്കും. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിലെ 53-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. ഖുർആനിലെ ഏറ്റവും പ്രതീക്ഷാ നിർഭരമായ ആയത്ത്, അർജ ആയ ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത് എന്ന് മുൻഗാമികളിൽ പലരും വിശേഷിപ്പിച്ച മഹത്തായ ആയത്താണിത്. പറയുക നബിയെ, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചു പോയ, തെറ്റുകളിൽ ആണ്ടുപോയ, പാപക്കറകൾ പുരണ്ട എന്റെ അടിമകളോട് പറയുക നബിയെ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് അവർ നിരാശരാകരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിൽ നിന്ന് പ്രതീക്ഷയേറ്റ് അവർ ഹതാശരായി പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും പാപങ്ങളിൽ നിന്ന് തൗബയിരക്കുന്ന, പാപമോചനം തേടുന്ന മുഅ്മിനീങ്ങൾക്ക് പുറത്തു നൽകുന്നതാണ് എന്നവരെ അറിയിക്കുക നബിയെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യം, അവന്റെ മഗ്ഫിറത്ത്, അവന്റെ കാരുണ്യം അപാരമാണ്. ഇങ്ങനെ അള്ളാഹു അതറിയിക്കുന്ന ഖുർആനിലെ അവന്റെ ആയത്തുകൾ ഇത് സത്യപ്പെടുത്തുന്ന, അത് ഉൾക്കൊള്ളുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതീക്ഷ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ പാപമോചനവും അവനിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും സ്വർഗത്തിലുള്ള വിജയവും നരകത്തിൽ നിന്നുള്ള രക്ഷയുമെല്ലാം അവൻ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഇതെത്രത്തോളം ഒരാളുടെ ജീവിതത്തിൽ സാധ്യമാകുന്നുവോ അത്രത്തോളം നേരത്തെ പറഞ്ഞതുപോലെ അവന്റെ പ്രതീക്ഷ വർദ്ധിക്കുകയും രൂഢമൂലമാകുകയും ചെയ്യും. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള പ്രതീക്ഷ അത് ഏതൊക്കെ രൂപത്തിൽ നമുക്കുണ്ടാകണം? റജാഇന്റെ വ്യത്യസ്ത രൂപങ്ങൾ എങ്ങനെയാണ് നമ്മിൽ പ്രകടമാകേണ്ടത്? പ്രതീക്ഷ ഏതൊക്കെ രൂപത്തിലുള്ള പ്രതീക്ഷകളാണ് നമ്മിൽ ഉണ്ടാകേണ്ടത്? അതാണ് അടുത്ത മസാല. ഒന്നാമതായി, يتعلق الرجاء بالطمع في فضل الله سبحانه ورحمته والتجاوز عن العبد سبحانه عن العبد فالله عز وجل كما أسلفت يرجى لذاته لأن أسماءه وصفاته تقتضى هذا الرجاء ولذا يؤمل العبد في فضله ويؤمل العبد في ثوابه. الله سبحانه وتعالى അവന്റെ അസ്മാകൾ, അവന്റെ സിഫാത്തുകൾ അത് ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതീക്ഷ നമ്മിൽ വർദ്ധിപ്പിക്കുവാൻ നമ്മൾ സൂചിപ്പിച്ചു.
അള്ളാഹുവിൻ്റെ അസ്മാ വ സിഫാത്തുകൾ അതറിയിക്കുന്ന അള്ളാഹുവിൻ്റെ കാരുണ്യവും അതുപോലെ തന്നെ അവൻ്റെ വിട്ടുവീഴ്ചയും അവൻ്റെ കനിവും അവൻ്റെ ഔദാര്യവും അവൻ്റെ ഓശാരവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്തിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അള്ളാഹുവിൻ്റെ അസ്മാ വ സിഫാത്തുകൾ അതറിയിക്കുന്ന അതിൻ്റെ താല്പര്യം, അതിൻ്റെ ആശയം അള്ളാഹുവിൻ്റെ ദാത്തിനെ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നാമഗുണ വിശേഷണങ്ങൾക്ക് അനുസൃതമായി അവൻ ചൊരിയുന്ന കാരുണ്യവും അവൻ്റെ മാപ്പും കനിവും വിട്ടുവീഴ്ചയുമെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്തിൽ നമ്മൾ പ്രതീക്ഷയർപ്പിക്കുന്നു. രണ്ടാമതായി അത് പ്രത്യേകമായ മറ്റൊരു രൂപത്തിലുള്ള റജാ ആണ്. അർ-റജാഉൽ മുതഅല്ലിഖു ബിൽ ഹസനാത്ത്. നമ്മുടെ നന്മകൾ, നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, സുഹൃതങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കും, അതിന് പ്രതിഫലം നൽകും, അതിന് തക്കതായ കൂലി അവൻ നാളെ ആഖിറത്തിൽ നമുക്ക് പൂർത്തിയാക്കി നൽകുമെന്ന പ്രതീക്ഷ. അതോടൊപ്പം നമുക്കതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടാകും. അത് പ്രവർത്തിക്കേണ്ട രൂപത്തിൽ പ്രവർത്തിക്കുക, അവിടെ ഇഖ്ലാസും അതുപോലെ തന്നെ സിദ്ഖും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ കാണുന്നത് പോലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ നിരീക്ഷിക്കുന്നത് പോലെ അത് നിർവഹിക്കാനുള്ള ത്വരയുമൊക്കെ നമുക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടാകും. എന്നിരുന്നാലും കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പരിഹരിക്കുകയും തനിക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുമെന്ന പ്രതീക്ഷ, നന്മകൾ സ്വീകരിക്കപ്പെടുമെന്ന പ്രതീക്ഷ ഒരാൾക്കുണ്ടാകണം. ഇതാണ് റജാഇന്റെ മറ്റൊരു രൂപം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ പല ഇബാദത്തുകൾക്കും അവിടുന്ന് പ്രോത്സാഹനവും കൽപ്പനയും അറിയിക്കുന്ന സമയത്ത് നിബന്ധനയായി പറഞ്ഞൊരു കാര്യമാണ് അൽ ഇഹ്തിസാബ് എന്നുള്ളത്. നോമ്പിനെ പറ്റി അവിടുന്ന് പറഞ്ഞ ഹദീസിൽ കാണാം, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരാണോ റമളാൻ മാസത്തിൽ ഈമാനോടെ അള്ളാഹു തനിക്കിത് നിയമമാക്കിയതാണ്, എനിക്ക് നിർബന്ധമായ കാര്യമാണ് എന്ന ഈമാനോടുകൂടെ, വഹ്തിസാബൻ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലേച്ഛയോടെ, അവനിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നോമ്പെടുക്കുന്നത് അവന്റെ മുൻകഴിഞ്ഞ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ഇഹ്തിസാബ് എന്നത് നന്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചതിന് പ്രതിഫലം നൽകുമെന്ന പ്രതീക്ഷ, അത് റജാഇന്റെ മറ്റൊരു രൂപമാണ്. ഇത് ധാരാളം ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമാന രൂപത്തിലുള്ള പരാമർശം നടത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുമ്പ് നമ്മൾ ഖൗഫ് അതിനെപ്പറ്റി പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ സ്വീകരിച്ചില്ലെങ്കിലോ, അത് സ്വീകരിക്കാതെ പോയെങ്കിലോ എന്ന പേടി നമുക്കുണ്ടാകണം എന്ന് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചു. ഇവിടെ നമ്മൾ പറഞ്ഞു അള്ളാഹു ഇത് സ്വീകരിക്കുമെന്ന പ്രതീക്ഷയും നമുക്കുണ്ടാകണം. അപ്പൊ ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമില്ലേ? ഒരു അവസരത്തിൽ നമ്മൾ പറയുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത നന്മകൾ സ്വീകരിക്കാതെ പോകുമോ എന്ന പേടി ഉണ്ടാകണം. ഇപ്പോൾ നമ്മൾ പറയുന്നു അള്ളാഹു നമ്മൾ ചെയ്ത നന്മകൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയും നമുക്ക് വേണം. ഇതൊരിക്കലും വൈരുദ്ധ്യമല്ല, മറിച്ച് അൽ ഖൗഫു വർ റജാഉ മിനൽ മുഖ്തലിഫാത്തി ലത്തി യുംകിനു ഇജ്തിമാഅഹ. ഖൗഫും റജാഉം അത് രണ്ടും ഒരുമിച്ച് സമ്മേളിക്കേണ്ടുന്ന വ്യത്യസ്ത ധ്രുവത്തിലുള്ള രണ്ട് ഗുണങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് രണ്ടും അള്ളാഹു സൽക്കർമ്മങ്ങൾ സ്വീകരിച്ചില്ലെങ്കിലോ എന്ന പേടിയും അതോടൊപ്പം എൻ്റെ നന്മകൾ അവൻ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയും ഒരുമിച്ച് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതൊരുപോലെ സമ്മേളിക്കേണ്ടുന്ന രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളുള്ള കാര്യമാണ്. ഒരിക്കലും സമ്മേളിക്കാൻ പാടില്ലാത്ത വൈരുദ്ധ്യങ്ങളല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരേ സമയം നന്മകൾ അള്ളാഹു സ്വീകരിക്കുമെന്ന പ്രതീക്ഷയും അതോടൊപ്പം അവനത് സ്വീകരിച്ചില്ലെങ്കിലോ എന്ന ഭയപ്പാടും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. അതാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂനിൽ മുഅ്മിനീനുള്ള പ്രത്യേകതയായ വിശേഷണമായി പറഞ്ഞത് വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജ്ല. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നൽകേണ്ടതെല്ലാം നൽകും, പ്രവർത്തിക്കേണ്ടതെല്ലാം പ്രവർത്തിക്കും, സാധിക്കുന്ന നന്മകളെല്ലാം അവർ ചെയ്യും. അതോടൊപ്പം വഖുലൂബുഹും വജ്ല, അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു വിറക്കുകയും ചെയ്യും. എന്താണ് അവരുടെ പേടി? അള്ളാഹു ഇത് സ്വീകരിച്ചെങ്കിലോ എന്ന പേടിയാണ്. അല്ലാതെ തിന്മകൾ ചെയ്തതിന്റെ ഭയപ്പാടല്ല, തിന്മകൾ ചെയ്തതിന്റെ പേരിലല്ല, മറിച്ച് നന്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല
അള്ളാഹു സ്വീകരിക്കാതെ പോയെങ്കിലും അതോടൊപ്പം അവർ പ്രതീക്ഷയോടെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഖൗഫും റജാഉം ഒരുപോലെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. മൂന്നാമത്തെ പ്രതീക്ഷയുടെ രൂപം റജാഉൻ സാലിസ്, റജാഉ മഗ്ഫിറത്തി സയ്യിഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പ്രവർത്തിച്ച തിന്മകൾ പുറത്തു നൽകുമെന്ന പ്രതീക്ഷ. തിന്മകൾ സംഭവിച്ച ഒരടിമ അള്ളാഹുവിലേക്ക് മടങ്ങുകയും ഖേദിക്കുകയും പശ്ചാത്തപിക്കുകയും അവനോട് തൗബയിരക്കുകയും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുകയും ചെയ്താൽ തീർച്ചയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്ന് സംഭവിച്ചുപോയ കഴിഞ്ഞുപോയ തിന്മകൾ പുറത്തു നൽകും. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട്, അവന്റെ വിട്ടുവീഴ്ച കൊണ്ട് അവനത് മാപ്പാക്കി തരും. അതാണ് നമ്മൾ നടേ സൂചിപ്പിച്ച ആയത്തിൽ, ഖുർആനിലെ ഏറ്റവും പ്രതീക്ഷാനിർഭരമായ ആയത്ത്, ഖുൽ യാ ഇബാദിയല്ലദീന അശ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. സ്വന്തത്തോട് അതിക്രമങ്ങൾ പ്രവർത്തിച്ചു പോയ, തെറ്റ് സംഭവിച്ചു പോയ എൻ്റെ അടിമകളോട് പറയുക നബിയെ, എൻ്റെ കാരുണ്യത്തെ തൊട്ട് അവർ നിരാശരാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യുന്നവർക്ക്, പൊറുക്കലിനെ തേടുന്നവർക്ക് മുഴുവൻ തിന്മകളും പുറത്തു നൽകുന്നതാണ്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അവന്റെ നാമമാണ്, അവന്റെ സിഫത്താണ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും അവൻ അങ്ങേയറ്റം കരുണ ചെയ്യുന്നവനുമാണ്. അപ്പൊ ഇത് അള്ളാഹു തിന്മകൾ പുറത്തു നൽകുക ആർക്കാണ്? തൗബ ചെയ്യുന്നവർക്കാണ്. തിന്മകൾ പ്രവർത്തിച്ച് ഖേദം പ്രകടിപ്പിക്കാതെ, ചെയ്തുപോയ തിന്മകളുടെ പേരിൽ കുറ്റബോധമില്ലാതെ തിന്മകളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു വിഷയത്തിലല്ല ഇത് പറഞ്ഞത്. തിന്മകൾ സംഭവിക്കുകയും അത് തെറ്റാണെന്ന് തിരിച്ചറിയുകയും ഇനി ഒരിക്കലും ആ തിന്മകളിലേക്ക് മടങ്ങുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്യുകയും തിന്മകളിൽ നിന്ന് പാടെ മുക്തരാകുകയും ചെയ്യുന്ന, അതിന് സന്നദ്ധരാകുന്നവരുടെ, നിഷ്കളങ്കമായ തൗബ ചെയ്യുന്നവരുടെ തൗബ സ്വീകരിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തിന്മകൾ പുറത്തു നൽകുക. അതോടൊപ്പം ആ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതെ പോയെങ്കിലോ എന്ന പേടിയും അവന് വേണം. അല്ലാഹു തൗബ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയുള്ളതോടൊപ്പം. അല്ലാഹു അഅലം. ഇതാണ് 3 രൂപത്തിൽ ഒരു മുഅ്മിൻ ഉണ്ടാകേണ്ടുന്ന പ്രതീക്ഷയുടെ റജാഇന്റെ രൂപങ്ങൾ. നമ്മൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അസ്മാ വ സിഫാത്തുകൾ അറിയിക്കുന്ന പ്രതീക്ഷ, അല്ലാഹുവിന്റെ ദാത്തിലുള്ള പ്രതീക്ഷ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല താൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷ. അതുപോലെ തന്നെ തന്റെ തെറ്റുകൾ അള്ളാഹുവിനോട് തൗബ ചെയ്താൽ, ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ അള്ളാഹു പുറത്തു നൽകുമെന്ന പ്രതീക്ഷ. ഈ 3 രൂപത്തിലുള്ള പ്രതീക്ഷകൾ. ഇനി എന്തൊക്കെയാണ് ഈ മഹത്തായ റജ എന്ന ഹൃദയം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്ത്? ആ രംഗത്ത് സംഭവിക്കുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്, അബദ്ധങ്ങൾ എന്തൊക്കെയാണ്? പണ്ഡിതന്മാർ അത് നമുക്ക് വിശദീകരിച്ചു നൽകിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത്, ഏറ്റവും ഗുരുതരവും ഗൗരവമുള്ള വമ്പിച്ച അബദ്ധം എന്ന് പറഞ്ഞാൽ റജാ ഷിർക്കി, ഷിർക്കിയായ റജാ പ്രതീക്ഷ എന്നതാണ്. ഷിർക്കിലേക്ക് എത്തുന്ന റജാഇന് വ്യത്യസ്ത രൂപങ്ങളുണ്ട്. അതിലൊന്നാമത്തെ രൂപം റജാഉ ഫിൽ അംവാതി മുത്ലഖൻ. മുമ്പ് പല ഇബാദത്തിന്റെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ദുആ, മരിച്ചവരോട് നിരുപാധികമുള്ള ദുആ തേട്ടം, അത് നമ്മൾ ഷിർക്കാണ് എന്ന് പറഞ്ഞു. അതുപോലെ റജാഉ ഫിൽ അംവാതി മുത്ലഖൻ, മരിച്ച മയ്യത്തുകളുടെ വിഷയത്തിൽ മയ്യത്തുകളിൽ പ്രതീക്ഷ അർപ്പിക്കുക നിരുപാധികം, അത് ഷിർക്കാണ്. മരിച്ചവരിൽ എന്ത് പ്രതീക്ഷ അർപ്പിച്ചാലും, എന്ത് പ്രതീക്ഷ അവരിൽ വെച്ച് പുലർത്തിയാലും അത് ഷിർക്കാണ്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് നേടാനുള്ള നേട്ടങ്ങൾ, അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സുരക്ഷ, സമാധാനം, ഇങ്ങനെ മരിച്ചവരിൽ അർപ്പിക്കുന്ന പ്രതീക്ഷ, ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന പ്രതീക്ഷ, അഭൗതികമായ പ്രതീക്ഷ, ഇതെല്ലാം ഷിർക്കിലേക്ക് എത്തുന്നതാണ് നിരുപാധികം. വലിയ ഷിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത്. ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്ക് കഴിയുന്ന കാര്യം തന്നെ ആകട്ടെ, ഖബറിൽ കിടക്കുന്ന പിതാവിന്റെ അരികിൽ പോയി ഒരു കപ്പ് വെള്ളം തനിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ എന്നൊരാളെ പ്രതീക്ഷിച്ചാൽ, അതല്ലെങ്കിൽ തൻ്റെ ഭാര്യ, മക്കൾ നേരത്തെ മരിച്ചുപോയി,
അവരുടെ ഖബറിനരികിൽ ചെന്ന് അവർക്ക് ജീവിച്ചിരിക്കവേ കഴിയാവുന്ന ഒരു കാര്യം പോയി പ്രതീക്ഷിച്ചാലോ? ശിർക്കാണ് മുത്തലഖൻ. മയ്യത്തുകളുടെ വിഷയത്തിൽ അർപ്പിക്കുന്ന പ്രതീക്ഷ നിരുപാധികം അത് ശിർക്കിലേക്ക് എത്തുന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പുറത്തു തരുമെന്ന പ്രതീക്ഷ എൻ്റെ തിന്മകളിൽ കരങ്ങൾക്ക് പിടിച്ച് അവിടുന്ന് അത് വിട്ടുവീഴ്ച ചെയ്തു തരും. അല്ല, തിന്മകളിൽ ഖുദ്ബിയദി ഖല്ലത്ത് ഹൈലത്തി എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷ അർപ്പിച്ച് തേടുന്ന അവസ്ഥ. അതല്ലെങ്കിൽ പിന്നെ താൻ വലിയായി മനസ്സിലാക്കുന്ന ഏതെങ്കിലും ഷെയ്ഖ്, മരണപ്പെട്ട ഔലിയ, അവരുടെ ഖബറരികിൽ പോയി അവർ തങ്ങളെ കാക്കുമെന്ന പ്രതീക്ഷ, അവർ തങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കും, സഫലീകരിക്കുമെന്ന പ്രതീക്ഷ, നിരുപാധികം ഇങ്ങനെ മരിച്ചവരുടെ വിഷയത്തിലുള്ള പ്രതീക്ഷ അത് വലിയ ശിർക്കിലേക്ക് നയിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് കാണാം, നമ്മുടെ നാട്ടിൽ പല ആളുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പ്രതീക്ഷയുടെ വ്യത്യസ്ത രൂപങ്ങൾ അത് അവരിലില്ല എന്നതിനപ്പുറത്ത് അവരുടെ പ്രതീക്ഷകൾ മുഴുവൻ മരിച്ച മയ്യത്തുകളോടും മക്ബറകളോടും മൺകൂനകളോടും ഈ പറഞ്ഞ ജാറങ്ങളിലേക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകേണ്ടുന്ന ഇബാദത്തിന്റെ ഇനങ്ങൾ അധികവും അല്ലെങ്കിൽ മുഴുവനും മരിച്ചവർക്ക് വഴി തിരിച്ചുവിടുന്നതായി കാണാൻ സാധിക്കും. എന്താണ് അവരതിനെ പ്രേരിപ്പിച്ചത്? എന്തിനാണ് അല്ലാഹു അല്ലാത്തവരോട് അവർ തേടുന്നത്? എന്തിനാണ് മരിച്ച മയ്യത്തുകളുടെ ഖബറിൽ പോയി അവർ ഇസ്തിഗാസ ചെയ്യുന്നത്? എന്തിനാണ് അവർക്ക് വേണ്ടി ഇറക്കുന്നത്? എന്തിനാണ് അവർക്ക് വേണ്ടി നേർച്ചയാക്കുന്നത്? അവരുടെ പ്രതീക്ഷ മുഴുവൻ തങ്ങളിത് പ്രവർത്തിച്ചാൽ തങ്ങളെ അവർ സംരക്ഷിക്കും, തങ്ങൾക്ക് ആഗ്രഹിച്ചത് അവർക്ക് നൽകാനുള്ള ശേഷിയുണ്ട്, കഴിവുണ്ട് എന്ന അഭൗതികമായ അവരുടെ പ്രതീക്ഷയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരിലുള്ള പ്രതീക്ഷ, ശിഷ്യ മരിച്ചവരിൽ മൺമറഞ്ഞുപോയ പുണ്യപുരുഷന്മാരെന്നവർ ജൽപ്പിക്കുന്നവരിലുള്ള പ്രതീക്ഷയാണ് സകല ഇബാദത്തുകളും അല്ലാഹു അല്ലാത്ത ഈ മരിച്ചുപോയ മയ്യത്തുകൾക്ക് മുന്നിൽ സമർപ്പിക്കാനും വഴി തിരിച്ചുവിടാനും അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം. സംശയമില്ല, ഇത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ശിർക്കിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, റജാഇന്റെ വിഷയത്തിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ അബദ്ധം, റജാഉ തമഉ ഫി ഹയ്യിൻ ഗായിബിൻ അൻ യുഹഖിഖ മത്ലൂബൻ. ഇനി മരിച്ചവനാകണമെന്നില്ല, ജീവിച്ചിരിക്കുന്ന സ്ഥലത്തില്ലാത്ത മറഞ്ഞ ഒരു വ്യക്തിയിൽ പ്രതീക്ഷ അർപ്പിക്കുക. തന്റെ എന്തെങ്കിലും ആവശ്യം നേടാൻ, തനിക്കുള്ള എന്തെങ്കിലും പ്രയാസം നീങ്ങിക്കിട്ടാൻ സ്ഥലത്തില്ലാത്ത, ഹാജറില്ലാത്ത ജീവിച്ചിരിക്കുന്ന ഒരാളിൽ പ്രതീക്ഷ അർപ്പിക്കുക. താൻ ആഗ്രഹിക്കുന്ന കാര്യം കാര്യകാരണങ്ങൾ, ബന്ധങ്ങൾ വഴി, അതല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും മാർഗങ്ങളോ കാരണങ്ങളോ ഉപാധികളോ വഴി അയാളിലൂടെ അയാളിൽ നിന്ന് തനിക്ക് ലഭിക്കാൻ യാതൊരു മാർഗവുമില്ല. അതായത് ഭൗതികമായ അളവ് പോലെ വെച്ച് അത് നമുക്ക് ലഭിക്കാൻ യാതൊരു നിർവാഹവുമില്ല. ഉദാഹരണത്തിന്, ഗൾഫിലുള്ള നമ്മുടെ വേണ്ടപ്പെട്ടവർ, ഇവിടെ നമ്മളൊരു പ്രയാസത്തിൽ കുടുങ്ങി, അവര് തന്നെ രക്ഷിക്കണം, താൻ രോഗിയായി, അപ്പൊ തന്നെ അവര് വന്ന് പിന്നെ ആ രോഗത്തിൽ നിന്ന് കരകയറ്റണം, താൻ ആഗ്രഹിക്കുന്ന ഈ പ്രതിസന്ധി അവർ തങ്ങളെ അഭൗതികമായി രക്ഷിക്കും, സംരക്ഷിക്കും എന്ന പ്രതീക്ഷ. ഭൗതികമായി നമുക്കവർ, ഇപ്പോൾ നമ്മൾ ആരും കെയർ ചെയ്യാനില്ലാതെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒറ്റക്ക് ഒരു നാട്ടിലോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ ആകട്ടെ അനങ്ങാൻ പറ്റാതെ നമ്മൾ കിടക്കുകയാണ്. അപ്പൊ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ സ്ഥലത്തില്ല. അപ്പൊ അവർ തന്നെ വന്ന് സഹായിച്ചെങ്കിൽ എന്ന പ്രതീക്ഷയല്ല, മറിച്ച് അവരെ വിളിച്ചാൽ അല്ലെങ്കിൽ അവർ തന്നെ അഭൗതികമായി സഹായിക്കുമെന്ന പ്രതീക്ഷ. അവരെ സ്ഥലത്തുണ്ടെങ്കിൽ തന്നെ അവർ കെയർ ചെയ്യുമെന്നതിനപ്പുറത്ത് സ്ഥലത്തില്ലെങ്കിലും അവർക്കത് സാധിക്കുമെന്ന പ്രതീക്ഷ. ഇങ്ങനെ പിന്നെ സ്ഥലത്തില്ലാത്ത മറഞ്ഞ ആളുകളിൽ അർപ്പിക്കുന്ന പ്രതീക്ഷ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ജീവിച്ചിരിക്കുന്ന തങ്ങളുടെ ശൈഖന്മാർ, തങ്ങളുടെ ബാവമാർ, ബീവിമാർ, അവർക്കൊക്കെ തങ്ങളെ സ്ഥലത്തില്ലെങ്കിലും അവരെ സന്നിധിയിൽ പോയിട്ടില്ലെങ്കിലും ഞങ്ങളുടെ വിഷയങ്ങൾ അറിയാനും കൈകാര്യം ചെയ്യാനും നിയന്ത്രിക്കാനും നമ്മളെ സംരക്ഷിക്കാനും ഒരു
അഭൗതികമായ അല്ലെങ്കിൽ ഗോപ്യമായ ഒരു ശക്തിയും കഴിവും അധികാരമൊക്കെ ഉണ്ട് അല്ലേ? ഇവിടെ ഔലിയാക്കന്മാരാണ് ഇവിടുത്തെ ലോകത്തെ നിയന്ത്രിക്കുന്നത്. ലോകത്തിന്റെ താളക്രമം നിയന്ത്രിക്കുന്നതും സന്തുലിതാവസ്ഥ നിയന്ത്രിക്കുന്നതൊക്കെ അവരറിയാതെ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെയാണല്ലോ ഇവിടുത്തെ ഖുറാഫി മുല്ലമാർ സാധാരണ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജാതി പ്രതീക്ഷ സ്ഥലത്തില്ലെങ്കിലും അവർ മരിച്ചു കഴിഞ്ഞാലും ഷെയ്ഖിന്റെ സന്നിധിയിലില്ലെങ്കിലും അവർ നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടും, നമ്മെ സഹായിക്കുമെന്ന ഈ അഭൗതികമായ പ്രതീക്ഷ അത് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ വിഷയത്തിലാണെങ്കിലും അത് വലിയ ശിർക്കിലേക്ക് നയിക്കുന്ന വൻ അബദ്ധമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ പിന്നെ ബൈഅത്ത് കൊടുത്ത ഷെയ്ഖ് അടുത്തില്ലെങ്കിൽ നമ്മളെ മനസ്സിലുള്ളത് അറിയും, നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കും. ഷെയ്ഖിന്റെ കറാമത്ത് നമ്മുടെ ജീവിതത്തിൽ സഹായമായി രക്ഷയായി വെളിപ്പെടും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് മറ്റു ചില ഉദാഹരണങ്ങളാണ്. അല്ലാഹു അഅലം. ഇനി മൂന്നാമത്തെ കാര്യം, റജാഉ ഫി ഹയ്യിൻ ഹാദിർ മാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ, അത് ജീവിച്ചിരിക്കുന്ന ആളാകട്ടെ സ്ഥലത്ത് സന്നിഹിതനായിട്ടുള്ള ആളാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അവരിൽ പ്രതീക്ഷിക്കുക. ഉദാഹരണത്തിന് ജീവിച്ചിരിക്കുന്ന സ്ഥലത്തുള്ള ആള് തനിക്ക് ഹിദായത്ത് നൽകണം, അതല്ലെങ്കിൽ തൻ്റെ രോഗം മാറ്റണം, തനിക്ക് പുറത്തു തരണം, മഴ വർഷിപ്പിക്കണം, റിസ്ക് നൽകണം, തൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരണം അഭൗതികമായ രൂപത്തിൽ. ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന സ്ഥലത്തുള്ള ആൾക്ക് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അത് അയാൾക്ക് നൽകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവങ്ങൾ തടയാനോ കഴിയുമെന്ന പ്രതീക്ഷ. ഈ പ്രതീക്ഷയും വലിയ ശിർക്കിലേക്ക് നയിക്കുന്ന തനിച്ച ശിർക്കിയായ ഈ രംഗത്ത് സംഭവിക്കുന്ന അബദ്ധമാണ്. ഇതാണ് റജാഇന്റെ രംഗത്ത് സംഭവിക്കുന്ന 3 രൂപത്തിലുള്ള ശിർക്കിലേക്ക് നയിക്കപ്പെടുന്ന കാര്യങ്ങൾ. ഇനി മറ്റൊരബദ്ധം, റജാഇന്റെ രംഗത്ത് സംഭവിക്കുന്ന മറ്റൊരബദ്ധം, യകൂന റജാഅഹു അരിയൻ അനിൽ അമൽ. പ്രതീക്ഷയൊന്നുമില്ലാതെ, പ്രവർത്തനമില്ലാതെ, അമലനുഷ്ഠിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൂലിയും പ്രതിഫലമൊക്കെ പ്രതീക്ഷിക്കാം. ഇത് ഒരു നിലക്കും ശർഈയായ റജാ അല്ല, പ്രതീക്ഷയല്ല, മറിച്ച് ഇത് ബാത്തിലാണ്, നിരർത്ഥകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം, അവന്റെ മഗ്ഫിറത്ത്, അവന്റെ സ്വർഗം, അവന്റെ പ്രതിഫലം ഇതാർക്കാണ്? അള്ളാഹുവിന്റെ തൃപ്തി അനുസരിച്ച് അവനെ തഖ്വ ചെയ്ത് പ്രവർത്തിക്കുന്നവർക്കാണ്. ഇത് അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ട്, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നുള്ള നാം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ അത് ലഭിക്കാനുള്ള പണിയെടുക്കുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വിലക്കിയ കാര്യങ്ങൾ, ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കാൻ തയ്യാറല്ല. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പ്രതീക്ഷയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ, വാജിബാക്കിയ കാര്യം പ്രവർത്തിക്കാൻ അവൻ തയ്യാറല്ല. പക്ഷെ അള്ളാഹുവിന്റെ സ്വർഗം അവൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെ ഇത് സാധിക്കുക? ഇത് തീർത്തും വൈരുദ്ധ്യമാണ്. അപ്പൊ ആരാണോ അള്ളാഹുവിന്റെ രക്ഷ ആഗ്രഹിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പ്രതിഫലം മോഹിക്കുന്നത്, സ്വർഗം മോഹിക്കുന്നത്, അവൻ പണിയെടുക്കണം, ഹറാമുകൾ ഒഴിവാക്കണം, നന്മകൾ പ്രവർത്തിക്കണം. അതാണല്ലോ അള്ളാഹു പറഞ്ഞത്, ഫമൻ കാന യർജു ലിഖാഅ റബ്ബി. ആരാണോ തന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നത് അവൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്? ഫൽയഅമൽ അമലൻ സ്വാലിഹൻ. അവന് കയ്യും കെട്ടി നിഷ്ക്രിയനായി ഉണ്ടാതിരിക്കണം എന്നല്ല പറഞ്ഞത്. പ്രതീക്ഷ മനസ്സിൽ ഒളിപ്പിച്ച് അവനിങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കണമെന്നല്ല പറഞ്ഞത്. ഫൽയഅമൽ അമലൻ സ്വാലിഹൻ, അവൻ സ്വാലിഹായ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുന്നു. അപ്പോൾ അമൽ അനുഷ്ഠിക്കാത്ത പ്രതീക്ഷ, അത് ഈ പ്രതീക്ഷയുടെ രംഗത്ത് സംഭവിക്കുന്ന നിരർത്ഥകമായ ബാത്തിലായ പ്രതീക്ഷയാണ്. അതുകൊണ്ട് ആരാണോ അള്ളാഹുൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അവനിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, അവന്റെ പ്രതിഫലങ്ങൾ അത് ലഭിക്കാനുള്ള പണിയെടുക്കട്ടെ, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കട്ടെ, അവൻ നിർബന്ധമാക്കിയത് പ്രവർത്തിക്കട്ടെ, അവൻ ഹറാമാക്കിയത് ഒഴിവാക്കട്ടെ. അതിനൊന്നും തയ്യാറല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതീക്ഷ അർപ്പിക്കുന്നു എന്നത് അത് വെറും വ്യാമോഹമാണ്. ആ പ്രതീക്ഷ വഞ്ചനാത്മകമാണ്, അതൊരിക്കലും സത്യസന്ധമായ പ്രതീക്ഷയല്ല. അതുകൊണ്ട് അമലില്ലാത്ത, പ്രവർത്തനമില്ലാത്ത, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാത്ത പ്രതീക്ഷ അത് നിരർത്ഥകമാണ്. മറിച്ച് പ്രതീക്ഷ അമലിനോടനുബന്ധമായി വേണം സംഭവിക്കാൻ. മൂന്നാമത്തെ അബദ്ധം, അൽ ഖതഉ സാലിസ്,
പ്രതീക്ഷ ഭയമില്ലാതെ ആയിരിക്കുക എന്നുള്ളത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയക്കാതെ പ്രതീക്ഷ, കേവലം പ്രതീക്ഷ മാത്രം ഉണ്ടാകുക, പ്രതീക്ഷയിൽ പരിമിതപ്പെടുക, ഭയമില്ലാത്ത പ്രതീക്ഷ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ താൻ ചെയ്യുന്ന നന്മകൾക്ക് പ്രതിഫലം നൽകും, തന്നെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കും, തനിക്ക് സ്വർഗം നൽകും എന്ന പ്രതീക്ഷ ഉണ്ടാകുന്നതോടൊപ്പം അള്ളാഹു തൻ്റെ തിന്മകളിൽ തന്നെ പിടികൂടിയെങ്കിലോ തൻ്റെ നന്മകൾ സ്വീകരിക്കാതെ പോയെങ്കിലോ എന്ന പേടിയും അവനുണ്ടാകണം. നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതീക്ഷ അത് ഭയത്തോടു കൂടിയായിരിക്കണം. മുൻപ് സൂചിപ്പിച്ച പോലെ നമ്മുടെ ഭയം അത് പ്രതീക്ഷയോടു കൂടിയായിരിക്കണം. ഇത് ഈ രണ്ടും സമ്മേളിക്കുന്ന ഒരുപാട് ആയത്തുകൾ നമുക്ക് ഖുർആനിൽ കാണാം. സൂറത്ത് ഖാഫിൽ അല്ലാഹു പറഞ്ഞു 33-ാമത്തെ ആയത്തിൽ, മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ്. മൻ ഖശിയ, ആരാണ് ഭയപ്പെടുന്നത്? ആരെ ഭയപ്പെടുന്നു? അർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിനെ, ബിൽ ഗൈബ്, അദൃശ്യമായി ഭയപ്പെടുന്നത്. ഇവിടെ നമുക്ക് ഖശിയ എന്നുള്ളടത്ത് ഖൗഫാണ്, അള്ളാഹുവിന്റെ പേടിയാണ്. ഉടനെ അർ റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ റഹ്മത്ത്, അവനിൽ പ്രതീക്ഷ നമുക്ക് നൽകുന്നവന്റെ മഹത്തായ നാമം, വിശേഷണം അള്ളാഹു സൂചിപ്പിക്കുകയുണ്ടായി. ഖൗഫും റജാഉം മനോഹരമായ അള്ളാഹു ഈ ആയത്തിൽ ഖശിയ അർ റഹ്മാൻ എന്ന രണ്ട് വാചകത്തിൽ ഉൾക്കൊള്ളിച്ചു. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറയും. ഇബ്രാഹിം നബി തന്റെ സമൂഹത്തോട് അള്ളാഹുവിനെ പരിചയപ്പെടുത്താണ്. അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, തന്നെ സൃഷ്ടിച്ചവൻ, തനിക്ക് മാർഗദർശനം നൽകിയവൻ, ഹിദായത്ത് നൽകിയവൻ. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, തന്നെ ഭക്ഷിപ്പിക്കുന്നവൻ, തന്നെ കുടിപ്പിക്കുന്നവൻ. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, താൻ രോഗിയായാൽ തന്നെ ശമനം നൽകി അനുഗ്രഹിക്കുന്നവൻ. വല്ലദീ യുമീതുനി സുമ്മ യുഹീൻ, തന്നെ മരിപ്പിക്കുകയും പിന്നീട് ജീവിപ്പിക്കുകയും ചെയ്യുന്നവൻ. ഇതൊക്കെ തീർത്തും ഉറപ്പായി യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം സ്ഥാപിച്ചുകൊണ്ടാണ് ഈ പ്രയോഗങ്ങളെല്ലാം. സൃഷ്ടിക്കുന്നവൻ, വഴികാട്ടുന്നവൻ, ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ, കുടിപ്പിക്കുന്നവൻ, അതുപോലെ തന്നെ ഭക്ഷിപ്പിക്കുന്നവൻ, രോഗം നൽകുന്നവൻ, ശമിപ്പിക്കുന്നവൻ. എന്നാൽ അടുത്ത ആയത്തിൽ പറഞ്ഞു വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംസാരമായി അള്ളാഹു പറയുന്നു, എനിക്ക് തെറ്റുകൾ സംഭവിച്ചാൽ എൻ്റെ തിന്മകൾ പുറത്തു നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നവൻ. യൗമദ്ദീൻ, ഖിയാമത്ത് നാളിൽ, പരലോകത്ത്. അവിടെ പ്രതീക്ഷയാണ് പറഞ്ഞത്, അവിടെ ഉറപ്പ് പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ അവിടെ ഉറപ്പ് പറയാൻ വയ്യ. കാരണം ആ പ്രതീക്ഷ ഭയത്തോടു കൂടിയായിരിക്കണം. ഉറപ്പിച്ചു പറയുകയാണെങ്കിൽ പ്രതീക്ഷ മാത്രമായിരിക്കും. പക്ഷേ എനിക്ക് പുറത്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നവൻ ഒരുപക്ഷെ പൊറുക്കാതെ പോയെങ്കിലോ എന്ന പേടിയും അതിന്റെ പിന്നിൽ അടങ്ങിയിരിക്കുന്നു എന്നതാണ് പണ്ഡിതന്മാർ ഈ ആയത്തിന് വിശദീകരിക്കുക പറഞ്ഞു. അതുകൊണ്ട് ഒരിക്കലും പേടിയില്ലാത്ത, ഖൗഫില്ലാത്ത റജാ സംഭവിച്ചുകൂടാ, അത് അബദ്ധമാണ്. പേടിയില്ലാതെ പ്രതീക്ഷ മാത്രം അർപ്പിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയിൽ നിന്ന് അവൻ നിർഭയനായി തിന്മകളിൽ ആണ്ടുപോകാൻ കാരണമാകും. അതുപോലെ തന്നെ പ്രതീക്ഷയില്ലാതെ ഭയപ്പാടോടുകൂടി മാത്രം ജീവിച്ചാലോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യവും അവന്റെ മാപ്പും അത് പ്രതീക്ഷിക്കാതെ നിരാശനായവൻ ഹതാശനായി പോകും. അതുകൊണ്ട് ഇത് രണ്ടും സമ്മേളിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിക്കപ്പെടേണ്ടവനാണ്, അതോടൊപ്പം അവൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ ഭയപ്പെടുന്നതോടൊപ്പം അവന്റെ വിശാലമായ കാരുണ്യത്തിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കേണ്ടവരുമാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നമ്മൾ നിരാശരാകുകയുമില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയെ തൊട്ട് നമ്മൾ നിർഭയരാകുകയുമില്ല. ഇതാണ് ഈ രംഗത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു പാഠം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വേറൊരു മസ്അല, എപ്പോഴെങ്കിലും നമുക്ക് ഖൗഫിനേക്കാൾ റജാഓ റജാഇനേക്കാൾ ഖൗഫോ മികച്ചു നിൽക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ, അങ്ങനെ സംഭവിക്കുമോ? ഈ വിഷയത്തിൽ ഉലമാക്കൾക്കിടയിൽ വിശാലമായ ചർച്ചയുണ്ട്. പിന്നെ പലരും ചില സന്ദർഭങ്ങളിൽ ഖൗഫിന്റെ ഭാഗം അത് അധികരിക്കാം, ചില സന്ദർഭങ്ങളിൽ റജാഇന്റെ ഭാഗം അത് മികച്ചു നിൽക്കാം എന്നൊക്കെ അഭിപ്രായപ്പെട്ടതായി കാണാൻ സാധിക്കും. അല്ലാഹു അഅലം. ഈ വിഷയത്തിൽ പിന്നെ പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം മുഹഖിഖുകളായിട്ടുള്ള ഉലമാക്കൾ, ശൈഖ് സ്വാലിഹ് സിന്ദി ഹഫിളഹുല്ലാ, അദ്ദേഹത്തെ പോലെയുള്ളവർ, ആധുനികരായ ഇന്ന് ജീവിച്ചിരിക്കുന്ന പല ഉലമാക്കളും പറഞ്ഞ ഈ വിഷയത്തിലെ ഒരു മുഅ്തദിലായ, ഒരു മധ്യമമായ രീതി എന്ന് പറഞ്ഞാൽ, ഒരു മുഅ്മിൻ അവന്റെ ഖൗഫും റജാഉം എല്ലാം എപ്പോഴും ഏത് സമയത്തും
സന്തുലിതമാകണം, സമമാകണം. പ്രതീക്ഷയും ഭയവും ഒരുപോലെ സന്തുലിതമായി അവൻ ജീവിതത്തിൽ കൊണ്ടുപോകണം. ഏതവസരത്തിലും അവൻ ആരോഗ്യവേളയിൽ ഉണ്ടായിരിക്കുമ്പോഴാകട്ടെ, രോഗാവസ്ഥയിലാകട്ടെ, പിന്നെ സമ്പന്നതയിലാകട്ടെ, ദാരിദ്ര്യത്തിലാകട്ടെ, അവൻ മരണത്തോട് അടുക്കുന്ന സന്ദർഭത്തിൽ പോലുമാകട്ടെ, അവന്റെ പ്രതീക്ഷയും ഭയവും, അള്ളാഹുള്ള പ്രതീക്ഷയും ഭയവും ഒരുപോലെ സന്തുലിതമായി നിലനിൽക്കണം. ഒരു ഭാഗം കൂടി മറ്റൊരു ഭാഗം കുറയുന്ന ഏറ്റക്കുറച്ചിൽ സംഭവിക്കാൻ പാടില്ല. സലഫുകൾപ്പെട്ട മുത്തരിഫ് ബിൻ അബ്ദുല്ല ശിഖിർ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഇന്നൽ മുഅ്മിന ഇദാ വുസിന ഖൗഫുഹു വറജാഉഹു കാന സവാഅ. ഒരു മുഅ്മിൻ അവൻ അള്ളാഹുള്ള പ്രതീക്ഷയും ഭയവും അതൊരു തുലാസിൽ തൂക്കി നോക്കപ്പെടുകയാണെങ്കിൽ അത് രണ്ടും സമമായ രൂപത്തിലായിരിക്കും. ലാ യസീദു അഹദുഹുമ അലാ സ്വാഹിബി. ഒന്ന് മറ്റൊന്നിനേക്കാൾ മികച്ചു നിൽക്കുന്ന അവസ്ഥ, അധികരിക്കുന്ന അവസ്ഥ ഉണ്ടാകുകയില്ല. അവന്റെ ഖൗഫും റജാവും അത് തൂക്കി നോക്കുകയാണെങ്കിൽ സന്തുലിതമായി സമമായ അവസ്ഥയിൽ നിലകൊള്ളും എന്ന് അദ്ദേഹം പറയുകയാണ്. ഇതാണ് എല്ലാ സമയത്തും നമുക്കുണ്ടാകേണ്ടത്. ഖൗഫും റജാവും ഒരുപോലെ നമുക്ക് നമ്മുടെ ഖൽബിൽ ഏത് കാലത്തും സമ്മേളിക്കണം. ഏതെങ്കിലും ഒരു ഭാഗം കുറഞ്ഞു പോയാൽ അത് മറ്റൊന്നിനോട് കൂടിച്ചേരുന്ന സന്തുലിതമാകുന്ന അവസ്ഥയിലേക്ക് എത്താൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. എന്തുകൊണ്ട് ഒരു ഭാഗം കൂടി മറ്റൊരു ഭാഗം കുറഞ്ഞാൽ എന്തുകൊണ്ട് അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല? അള്ളാഹുവിലുള്ള ഹൗഫ് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് വർദ്ധിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിരാശ വർദ്ധിക്കും. അള്ളാഹുവിലെ പ്രതീക്ഷ ഹൗഫിനേക്കാൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ടുള്ള നിർഭയത്വം നമ്മെ വർദ്ധിപ്പിക്കും. ഇത് രണ്ടും നമുക്ക് പാടില്ല. അതുകൊണ്ട് അള്ളാഹുവിലെ പ്രതീക്ഷയും ഭയവും ഒരുപോലെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ചില പണ്ഡിതന്മാർ മരിക്കുന്ന വേളയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതീക്ഷ അതാണ് അധികരിക്കേണ്ടത്, അള്ളാഹുവിന്റെ ഭയത്തേക്കാൾ അവിടെ അധികരിക്കേണ്ടതുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നൻ തിർമിദിയിൽ വന്ന ഒരു സഹാബിയെ അവിടുന്ന് മരണശൈലി സന്ദർശിച്ചപ്പോൾ ഉണ്ടായ സംഭവത്തെപ്പറ്റി പരാമർശിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബികളിൽ ഒരാളെ മരണത്തോടടുത്ത സമയത്ത് അദ്ദേഹത്തെ സന്ദർശിക്കാൻ, രോഗ സന്ദർശനം നടത്താൻ പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കൈഫ തജിദു, എന്താണ് താങ്കൾക്ക് അനുഭവപ്പെടുന്നത്? എന്താണ് താങ്കൾ ഇപ്പോൾ അനുഭവിക്കുന്നത്? എങ്ങനെ താങ്കൾ താങ്കളുടെ അവസ്ഥയെ വീക്ഷിക്കുന്നു? യാ റസൂലല്ലാഹ് വല്ലാഹി ഇന്നി ലഅർജുല്ലാഹ വഅഖാഫു ദുനൂബി. അദ്ദേഹം പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു സത്യം, ഞാൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിക്കുകയും അതോടൊപ്പം ഞാൻ എൻ്റെ തിന്മകളെ ഭയപ്പെടുകയും ചെയ്യുന്നു. എൻ്റെ തിന്മകൾക്ക് മേൽ എന്നെ പിടികൂടി അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ എന്ന ഭയവും എന്നിലുണ്ടാകുന്നു. അപ്പോൾ ഒരുപോലെ അദ്ദേഹം അള്ളാഹുവിന്റെ കാരുണ്യത്തോട് പ്രതീക്ഷ അർപ്പിക്കുകയും അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്നു എന്നാണ് മറുപടി പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രതികരിച്ചു, ആ സ്വഹാബിയെ ആശ്വസിപ്പിച്ചു, മജ്തമഅ ഫീ ഖൽബി അബ്ദിൻ ഫീ ഹാദൽ മൗത്തിൻ ഇല്ലാ അഅതാഹു മാ യർജു വഅമനഹു മിമ്മാ യഖാഫ്. ഈ രണ്ട് ഗുണങ്ങൾ, ഖൗഫും റജാഉം, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള പേടിയും അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷയും, ഇത്തരം സാഹചര്യത്തിൽ ഏതൊരടിമയുടെ ഹൃദയത്തിലാണോ സമ്മേളിച്ചത്, ഒരുമിച്ചത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ പ്രതീക്ഷിക്കുന്നത് അവന് നൽകുകയും അവൻ ഭയപ്പെടുന്നതിൽ നിന്ന് അവനെ സുരക്ഷിതനാക്കുകയും ചെയ്യാതിരിക്കുകയില്ല. നോക്കൂ നിങ്ങൾ, അപ്പൊ മരണത്തിന്റെ വേളയിലാണെങ്കിൽ പോലും ഖൗഫും റജാഉം ഒരുപോലെ സന്തുലിതമായി ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിൽ സമ്മേളിക്കുകയാണ് വേണ്ടത്. ഇതാണ് ഏതവസരത്തിലും ഖൗഫും റജാഉം പിന്നെ ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിൽ നിലനിൽക്കേണ്ടുന്ന രൂപം. അൽ മത്ലൂബു റജാഉൻ കഖൗഫിൻ വഖൗഫിൻ കറജാഇൻ വഖൗഫുൻ കറജാഇൻ. പണ്ഡിതന്മാർ ചിലർ പറഞ്ഞതുപോലെ ഭയത്തെപ്പോലെ പ്രതീക്ഷയും പ്രതീക്ഷയെപ്പോലെ ഭയവും നമ്മിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇതാണ് റജാ എന്ന ഇബാദത്തിന്റെ ഇനങ്ങളിൽ മനോഹരമായ ഖൽബിൽ നമ്മൾ സ്വരുക്കൂട്ടേണ്ടുന്ന മൂല്യവത്തായ ഖൗഫിനോടൊപ്പം മഹബത്തിനോടൊപ്പം സമ്മേളിക്കേണ്ടുന്ന ഇബാദത്തിന്റെ സ്തംഭങ്ങളിലൊന്നായ പ്രതീക്ഷയെപ്പറ്റി പറയാനുള്ള സാമാന്യമായ വിശദീകരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് അതോടൊപ്പം അവനുള്ള ഭയം കാത്തു സൂക്ഷിച്ച് അവനെ അങ്ങേയറ്റം സ്നേഹിച്ച് ഇബാദത്ത് ചെയ്യുന്ന യഥാർത്ഥ അവന്റെ അടിമകളിൽ മുവഹ്ഹിദുകൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.